ഹായ് ഡിയേഴ്സ്, ഞാൻ ആശാ സജി. ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ മറികടക്കാം? നമ്മുടെ ചിന്തകൾക്ക് ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഒരുപോലെ സ്വാധീനിക്കാനുള്ള വലിയ കഴിവുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ശക്തിയുണ്ട് നമ്മുടെ ചിന്തകൾക്ക്. നമ്മുടെ ചിന്തകൾ ഒരു ഔഷധമാണ്. ഇതെങ്ങനെയാണെന്ന് പറയാം. മെഡിക്കൽ സയൻസിലെ പ്ലാസിബോ ഇഫക്റ്റ് കേട്ടിട്ടില്ലേ? ചില രോഗികൾക്ക് ഡോക്ടർമാർ വെറും ഒരു പഞ്ചസാര ഗുളിക കൊടുത്തിട്ട് ഇത് രോഗം മാറ്റാനുള്ള ഒരു മികച്ച മരുന്നാണെന്ന് വിശ്വസിപ്പിക്കുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ ഗുളിക കഴിച്ച പലരുടെയും രോഗം മാറിയിട്ടുണ്ട്. ഇവിടെ രോഗം മാറിയത് ആ ഗുളികകളല്ല, പകരം മരുന്ന് കഴിച്ചാൽ ഞാൻ സുഖപ്പെടുമെന്ന ആ രോഗിയുടെ മനസ്സ് വിശ്വസിച്ചതാണ് ആ രോഗം മാറാനുള്ള കാരണം. അപ്പോൾ ചിന്തകൾക്ക് ശരീരത്തെ സുഖപ്പെടുത്താൻ കഴിയുമെന്നതിന് വലിയൊരു ഉദാഹരണമാണിത്. ഇനി നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഡോപ്പാമിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ തുടങ്ങിയ ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ സ്വാഭാവികമായിട്ടും വേദനാസംഹാരികളായിട്ട് പ്രവർത്തിക്കുകയും ശരീരത്തിന് ഉന്മേഷം നൽകുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ കൂടിയിട്ട് ശരീരം രോഗാവസ്ഥയിലേക്ക് നീങ്ങും. അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. മനസ്സെപ്പോഴും ശാന്തവും പോസിറ്റീവുമായിരിക്കുമ്പോൾ ശരീരത്തിന് അണുബാധകളോടും മറ്റ് അസുഖങ്ങളോടൊക്കെ പോരാടാനുള്ള കരുത്ത് കൂടും. അപ്പോൾ മാനസിക സമ്മർദ്ദം കുറയും, ഹൃദയാരോഗ്യം മെച്ചപ്പെടും, രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാവുകയും ഒക്കെ ചെയ്യും. ഇനി നമ്മുടെ ചിന്താരീതി അനുസരിച്ചിട്ട് മസ്തിഷ്കത്തിലെ നാഡീവ്യൂഹങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. ഇതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ തലച്ചോറിലെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ ശക്തമാകും. ഇനി നമ്മുടെ ചിന്തകളെ എങ്ങനെ ഔഷധമായിട്ട് മാറ്റാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് എല്ലാ കാര്യത്തിനും നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക. ഇത് നെഗറ്റീവ് ചിന്തകളെ അകറ്റാനായിട്ട് സഹായിക്കും. ഇനി നമ്മളോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതായത് സെൽഫ് ടോക്ക്. എനിക്കൊന്നിനും കഴിയില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഇതിനെ നേരിടാനായിട്ട് കഴിയും, ഞാൻ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് എന്ന് മനസ്സിനോട് പറഞ്ഞ് ശീലമാക്കുക. ഇനി അടുത്തതായിട്ട് ഈ നിമിഷത്തിൽ ജീവിക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കടങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ നിമിഷത്തെ ആസ്വദിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ധ്യാനവും പ്രാണായാമവും എക്സസൈസും ഒക്കെ ചെയ്യുക. ഇത് മനസ്സിനെ ശാന്തമാക്കി വെക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഹെൽത്തി ഫുഡുകൾ കഴിക്കുക. ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ വലിയൊരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടുത്തെ ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. അതുകൊണ്ട് ചിന്തകളെ പോസിറ്റീവാക്കി വെക്കുക, ആരോഗ്യം താനേ വന്നോളും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. റിസൾട്ട് കിട്ടുമ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.